നൂല് പോലെ ഒഴുകിയ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ണടച്ചു തുറന്നപ്പോൾ അതിൻ്റെ രൗദ്രഭാവം കാട്ടിത്തന്ന അപൂർവമായൊരു കാഴ്ചയാണ് ഈ വീഡിയോയിലുള്ളത്. കുറേ നാളുകൂടിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനെത്തുന്നത്. പണ്ട് കണ്ടതിലും ഇവിടമൊക്കെ മാറിയിട്ടുണ്ട്. മുള കൊണ്ടുള്ള കവാടവും കൈവരികളുമെല്ലാം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നു. വീൽ ചെയറിന് പോകാനുള്ള സൗകര്യവുമെല്ലാം നടപ്പാതയിലുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ താഴേക്ക് ആദ്യം പോകാമെന്ന് കരുതി. ഷോളയാർ വനത്തിന്റെ സ്വാഭാവിക ഭംഗി കളയാത്ത രീതിയിൽ കരിങ്കല്ലും കൈവരിയുമെല്ലാം ഇവിടെ പണിതിരിക്കുന്നു. വേനൽ തുടങ്ങിയെന്ന സൂചന നൽകി വെള്ളച്ചാട്ടം നൂലുപോലെ ഒഴുകുന്നു. ഒരു വശത്ത് മാത്രം കാര്യമായ വെള്ളമുണ്ട്. പാറക്കെട്ടുകൾ ഉണങ്ങിക്കിടക്കുന്നു. ഉള്ള വെള്ളത്തിന്റെ പശ്ചാത്തലത്തിൽ കുറെ പേർ ഫോട്ടോഷൂട്ട് നടത്തി സമാധാനിക്കുന്നുണ്ട്. ടൂറിസ്റ്റുകൾ കുറവാണെങ്കിലും മാലിന്യം ശേഖരിച്ച് മാറ്റുന്നതിൽ മുഴുകിയിരിക്കുന്ന ജീവനക്കാരെ കാണാം. പാറക്കെട്ടിനടുത്ത് പോയി കുറച്ച് ഫോട്ടോ എടുത്ത് തിരികെ നടക്കുമ്പോൾ വെള്ളത്തിന് ശക്തി കൂടിയ പോലെ ഒരു തോന്നൽ. ടൂറിസ്റ്റുകൾ ശ്രദ്ധിക്കാനായി ഗാർഡുകൾ വിസിലടിച്ചു തുടങ്ങി. എന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. കാട്ടിൽ വല്ലോ ഉരുൾപൊട്ടലോ വല്ലോ നടന്നോ എന്നൊക്കെ വിചാരിച്ചു. സംഭവം മുകളിലുള്ള പെരിങ്ങൽകുത്ത് ഡാം തുറന്നതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 6 അണക്കെട്ടുകളാണ് അതിരപ്പള്ളിക്ക് മുകളിലുള്ളത്. ചാലക്കുടി പുഴ 80 അടി ഉയരത്തിൽ നിന്ന് വന്നു പതിക്കുന്ന അതിരപ്പള്ളിയിലും ഡാമിന് പദ്ധതിയുണ്ട്. പ്രതിഷേധങ്ങളെ തുടർന്ന് അത് നീട്ടിക്കൊണ്ടു പോകുന്നുണ്ടെന്ന് മാത്രം. ഉണങ്ങിയ പാറക്കെട്ടുകൾ നനഞ്ഞു തുടങ്ങി. വെയിലേറ്റ് വാടിയ ടൂറിസ്റ്റുകളെ കുളിരണിയിച്ച് വെള്ളത്തുള്ളികൾ ചിന്നിച്ചിതറി. ഏതായാലും കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടത്തെ അതിൻ്റെ പൂർണ്ണ ഉഗ്രരൂപത്തിലല്ലെങ്കിലും കരുത്തോടെ കാണാൻ സാധിച്ചു. കൊടൈക്കനാൽ യാത്രയ്ക്കിടെ വഴിയെ കയറിയതാണ് ഇങ്ങോട്ടേക്ക്. വെള്ളമില്ലെന്ന് കണ്ടപ്പോൾ കയറിയത് നഷ്ടമായെന്ന് ആദ്യം കരുതി. പെരിങ്ങൽകുത്ത് ഡാമിന് നന്ദി. പതിവായി ഇങ്ങനെ തുറക്കാറുണ്ടോ എന്ന് അവിടുത്തെ ചേട്ടന്മാരോട് ചോദിച്ചു. ഇല്ല, നിങ്ങൾക്ക് ഭാഗ്യമുള്ളതുകൊണ്ടാണ് ഇത് കാണാനായതെന്ന് അവർ പറഞ്ഞു. കുറച്ചു നേരം ഇവിടെ ചിലവഴിച്ച ശേഷം മുകളിൽ കയറി അവിടുത്തെ കാഴ്ചയും കണ്ടാണ് ഞങ്ങൾ മടങ്ങിയത്.